ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് ആലോചിച്ചാണ്, പക്ഷെ എല്ലാവരും അതേപ്പറ്റിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് സമയം കളഞ്ഞ് വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ആക്കണ്ട. എല്ലാം തന്നെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്ക് ഇന്നത്തെ കുർബാനയിലുണ്ടായ ഒരു അനുഭവം മാത്രമേ പറയുന്നത്. ആ റാസ കുർബാനയുടെ ഇടയ്ക്ക് വൈദികർ താഴെ വന്ന് കരങ്ങൾ ഉയർത്തി താഴോട്ട് കുമ്പിട്ടപ്പം എനിക്ക് തോന്നി, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവാണല്ലോ ഈ കിടക്കുന്നത്. എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ കർത്താവ് ഇതാ എൻ്റെ നടുക്ക് വന്ന് നിന്ന് എന്നെ കുമ്പിട്ട് കിടക്കുന്നു. ഒരനുഭവം എനിക്ക് പിന്നെ പിടിച്ചിട്ട് കിട്ടില്ല. എൻ്റെ ഈ ഹൃദയം ഇങ്ങനെ ഇട്ടിച്ച് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ആ ഒരു അനുഭവം എനിക്കുണ്ടായത്. പിന്നെ ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ഞാനിങ്ങനെ മിനിഞ്ഞാന്ന് കുർബാനയിൽ ഇങ്ങനെ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ഈ ആൾത്താരെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് ഈ ആൾത്താരെ ശുശ്രൂഷ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക അടുപ്പം തോന്നും. അപ്പം എനിക്ക് തോന്നി, എൻ്റെ ദൈവമേ, ഈ ആൾത്താരയിൽ നിന്നൊരു വചനം വായിക്കാനുള്ളൊരു അനുഗ്രഹം കിട്ടുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കത്തില്ല, എന്നോട് ഇങ്ങോട്ട് വന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷേ ഇവിടുന്ന് ആരും ചോദിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടുന്ന് ആരും ചോദിക്കില്ല. പക്ഷേ ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് ഉറപ്പുണ്ട്, ഞാനിങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കാനും സാധ്യതയില്ല. എന്നിട്ട് ഞാനിങ്ങനെ മേലോട്ട് നോക്കിയപ്പം മാതാവ് ഉണ്ണീശോയെ പിടിക്കുന്ന രൂപം കണ്ടു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ദൈവഹിതമാണെങ്കിൽ അമ്മയൊന്ന് പ്രാർത്ഥിച്ചിട്ട് നടന്നോളും. ഞാൻ ഇന്നലെ കുർബാനയ്ക്ക് പോകാനിറങ്ങി ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ബ്രദർ വന്ന് എന്നോട് പറയുക, കുർബാനയ്ക്ക് കൂടിക്കോളാവോ? ഞാൻ പറഞ്ഞു, പിന്നെ കുർബാനയ്ക്ക് വിടാം. അപ്പം നമ്മുടെ ആ ഏതാഗ്രഹവും കർത്താവ് സാധിച്ചു വരും എന്നുള്ളതാണ്. അത്രയും തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ കുർബാനയെപ്പറ്റി വളരെയധികം നമ്മുടെ ആഴത്തിൽ കുർബാന നമുക്ക് അനുഭവിക്കാൻ, കാണാനല്ല അനുഭവിക്കാനുള്ള ക്ലാസ്സുകൾ തന്ന അനുഗ്രഹിച്ച ബ്രദറിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.